10 मिनट। डॉक्टर राम कुमार वर्मा की एकांकी। टाइटल तो आकर्षक है, देखते हैं 10 मिनट में क्या क्या होता है। एकांकी है, वन एक्ट प्ले है, तो पात्र तो होंगे ही। पात्र यानी कैरेक्टर्स। पात्र हैं महादेव, बलदेव। बलदेव जो कि महादेव का मित्र है। वासंती, बलदेव की बहन। पुलिस, इंस्पेक्टर और कुछ और पुलिस वाले। तो एकांकी में पुलिस है तो ज़रूर कोई क्राइम थ्रिलर होगा, देखते हैं। एकांकी का समय यहाँ स्पष्ट किया गया है कि 1847 के गदर के बाद का समय, जब पुलिस अपने कार्य में पूर्ण रूप से सतर्क नहीं थी। 1847 റിവോൾട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്ന ഒരു റിവോൾട്ടായിരുന്നു. മംഗൾ പാണ്ഡെ ഒക്കെ ആ സമയത്തുള്ള ഒരു ഇഷ്യൂ നമുക്കറിയാവുന്നതാണ്. ഗോമാംസവും പന്നിമാംസവും ഒക്കെ പോലീസിൻ്റെ ആയുധത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന വാർത്ത പ്രചരിക്കുകയും ഇന്ത്യൻ സൈനികർ അത് റിവോൾട്ട് ചെയ്യുകയും ചെയ്തു. ആ ഒരു കാലഘട്ടം. അപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് പോലീസ് ലോ ആൻഡ് ഓർഡർ ശരിക്ക് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അതായിരിക്കാം ഇങ്ങനെ ഒരു ഏകാംക്കി എഴുതുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനം. എനിവേ, നമുക്കാദ്യം एकांकी आस्वादिക്കാം. आधी रात का समय है, एक सजा हुआ कमरा है. तो रात का समय है, आपको इमेजिन करना है, आपको क्या इमेजिन करना है कि रात का वक्त है और उत्तर और दक्षिण दिशाओं में 2 दरवाजे हैं. तो रंगमंच में आपको ये इमेजिन करना है कि एक कमरा है, आधी रात का समय है और उत्तर और दक्षिण दोनों तरफ 2-2 दरवाजे हैं. उत्तर दिशा का दरवाज़ा बहुत छोटा सा है, जिसका संबंध बाहर जाने वाली सुरंग से है. अब देखिए, अजीब सा कमरा है. देखो, अजीब सा एक कमरा है, उसके उत्तर दिशा में जो एक दरवाज़ा है वो बाहर जाने वाली सुरंग से कनेक्टेड है. एक टनल है, सुरंग होता है ना. और दक्षिण दिशा के दरवाजे के समीप एक खिड़की है जो बंद है. कमरे के ठीक बीच में एक टेबल है जिसके दोनों ओर 2 कुर्सियाँ पड़ी हुई है. सामने एक घड़ी लगी हुई है जिसमें 2:15 हुए हैं. अब देखिए, घड़ी है, एक प्रोमिनेंट थिंग है. वो जो घड़ी है उसमें 2 बज चुके हैं, 2:15 हो चुके हैं. അപ്പം നമ്മുടെ ഈ സ്റ്റേജ് സങ്കല്പിക്കേണ്ടത് പാതിരാത്രി സമയമാണ്. ഒരു മുറിയാണ്. ഒരു മുറിയിൽ 2 വശത്തും ഡോർസ് ഉണ്ട്. നോർത്തിലും സൗത്തിലും 2 ഡിറക്ഷൻസിലും കതകുണ്ട്. ഒരു കതക് ഓപ്പൺ ആവുന്നത് ഒരു ടണലിലേക്കാണ്, ഒരു തുരങ്കമാണ്. മറ്റു വശത്ത് ഒരു വിൻഡോ ഉണ്ട്. പിന്നെ അവിടെ സ്റ്റേജിൽ എടുത്ത് പറയത്തക്കണമുള്ളത് ഒരു വലിയ ക്ലോക്കാണ്. അതിൽ സമയം എത്ര ആയിരിക്കാമെന്ന് 2:15 എന്നുവെച്ചാൽ ഏർലി മോർണിംഗ്, ഇരുട്ടാണ്. അതാണ് സിറ്റുവേഷൻ. कमरे के कोने में एक पलंग बिछा हुआ है जो कुछ पुराना हो गया है. उस पर एक प्रौढ़ व्यक्ति बहुत साधारण कपड़े पहने सो रहा है. उसकी आयु लगभग 35 वर्ष की है. ഒരു 35 വയസ്സ് തോന്നിക്കുന്ന ഒരു മെച്യൂറായിട്ടുള്ള ഒരു ലുക്കുള്ളൊരു പേഴ്സൺ കട്ടിലേ കിടന്ന് ഉറങ്ങുകയാണ്. उसके मुख पर थकावट के चिन्ह हैं. चारों ओर शांति है. कमरे में धीमा प्रकाश हो रहा है. ഒരു മങ്ങിയ വെളിച്ചം മുറിയിൽ കാണുന്നുണ്ട്. 35 വയസ്സോളം തോന്നിക്കുന്ന ഒരു വ്യക്തി അവിടെ ഒരു കട്ടിലേ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. दक्षिण के दरवाजे पर खट खट की आवाज़. പെട്ടെന്ന് ആരോ നോക്ക് ചെയ്യുന്നു. महादेव महादेव. महादेव आलस से सिर उठाता है. वह आंखें मलता हुआ भौहें सिकोड़ कर दरवाजे की तरफ देखता है. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ, ഈ ഒരു ഓപ്പണിംഗ് ലൈനിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ കിടക്കുന്ന വ്യക്തിയുടെ പേര് മഹാദേവ് എന്നാണ്. മഹാദേവിനെ വിളിക്കുകയാണ്. ആരോ അപ്പുറത്തുനിന്ന് കൊട്ടുകയാണ്. മഹാദേവ്, ആധി രാത് കോ ഭി ചൈൻ നഹി, കോൺ ഹേ ഇസ് സമയ. അപ്പം മഹാദേവ് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയ ഒരു ഇറിറ്റേഷനിൽ ചോദിക്കും, പാതിരാത്രിക്ക് മനുഷ്യനെ ഉറക്കത്തില്ലേ, ആരാണ് ഈ അസമയത്ത്? ബൽദേവ്. അപ്പം അപ്പുറത്തുനിന്ന് ഇടറിയ ഒരു സ്വരം കേൾക്കാം, ബൽദേവ്. ഹേ ബൽദേവ്, തും ഇസ് സമയ
നീ എന്താ ഈ സമയത്ത്? യഹ് ക്യാ? ബൽദേവ് കാ പ്രവേശ്. പെട്ടെന്ന് കഥ തുറക്കും. കഥ തുറന്നു നോക്കുമ്പോൾ എന്താണ്? ബൽദേവാണ്. ബൽദേവ് കാ പ്രവേശ്. വഹ 25 വർഷ കാ നവ യുവക് ഹെ. 25 വർഷമുള്ള 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. उसके वस्त्र खून में रंगे हुए हैं. कुर्ते का ऊपरी हिस्सा फटा हुआ है. हाथ में छुरी है जो हाथ कांपने के कारण वस्त्र में उलझ रही है. बलदेव के मुख पर भय अंकित है. सहमी नज़र से इधर उधर देख रहा है. तो बलदेव प्रवेश करता है. वो 25 वर्ष का नव युवक है. उसके वस्त्र खून से रंगे हुए हैं. कुर्ते का ऊपरी हिस्सा फटा हुआ है. हाथ में छुरी है जो हाथ कांपने के कारण വസ്ത്ര മേ ഉലജ് രഹി ഹെ. ആരാണ് പ്രവേശിക്കുന്നത്? ബൽദേവാണ് പ്രവേശിക്കുന്നത്. മുറിക്കകത്തുണ്ടായിരുന്നത് ആരാണ്? മഹാദേവ്. പേരുകൾ തമ്മിൽ സാമ്യമുണ്ട്, തെറ്റിപ്പോരുത്. അപ്പം വന്ന ആൾ ബൽദേവാണ്. ഉസ്കാ വസ്ത്ര ഖൂൻ സേ സനാ ഹുവാ ഹെ. ഡ്രസ്സിൽ മുഴുവനും ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. എന്നിട്ട് കയ്യിലൊരു കത്തിയുണ്ട്. അങ്ങനെ അദ്ദേഹം കയറി വരികയാണ്. ബൽദേവ് കി മുഖ് പർ ഭയ അങ്കിത് ഹെ. സെഹമി നസർ സേ ഇധർ ഉധർ ദേഖ് രഹാ ഹെ. അപ്പോൾ ഈ മുറിയിലോട്ട് പ്രവേശിച്ച ബൽദേവ് കയ്യിൽ കത്തിയുണ്ട്, ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്, എന്നിട്ട് ആകെ ഒരു ടെൻഷനിലാണ്. महादेव मैंने खून कर दिया. और वो आकर क्या कहता है? महादेव मैंने खून कर दिया. खून कर दिया किसका? कब? മഹാദേവ് ചോദിക്കുകയാണ്, ആരെയാണ് കൊന്നത്? എപ്പോഴാണ് കൊന്നത്? नहीं नहीं मैंने खून नहीं किया. किसी दूसरे आदमी ने खून कर मेरे हाथ में छुरी दे दी. मैं निर्दोष हूँ. कौन कहता है मैंने खून किया है? അടുത്ത നിമിഷം അയാൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യം പറയും. അടുത്ത നിമിഷം ബൽദേവ് പറയും, ഇല്ല ഞാൻ കൊന്നിട്ടില്ല, വേറെ ആരോ കൊന്നിട്ട് കത്തി എൻ്റെ കയ്യിൽ തന്നതാണ്. अरे अभी तो तुम्ही ने कहा था ये तुम्हारे कपड़े. बलदेव के कपड़े हाथ से छूता हुआ महादेव बोलता है. ഇപ്പോഴല്ലേ നീ പറഞ്ഞ നീ ആരെയോ കൊന്നെന്ന്, പിന്നെ നിൻ്റെ ഈ ഡ്രസ്സിൽ ബ്ലഡ് സ്റ്റെയിൻസും ഉണ്ടല്ലോ. मैंने कहा था तो हाँ मैंने खून कर दिया. उसी पापी केशव का, मेरी बहन को मैली दृष्टि से देखने वाले केशव का. छिपकर आता था जब संसार की आंखें सो रही थी. जाग रही थी केवल 4 आंखें, 2 ईश्वर की और 2 मेरी. अपने हृदय काले पाप में और अपने शरीर को काले वस्त्र में छिपा कर आया था. इस तरह झुक कर आ रहा था. मैंने एक ही बार में उसे झुका दिया. देखते हो ये छुरी और सफलता के रंग में रंगे हुए ये कपड़े. काफ़ी गर्व से बोलता है बलदेव. വളരെ ആവേശത്തോടെ ബൽദേവ് പറയും, ആ കേശവനെയാണ് ഞാൻ കൊന്നത്. അവൻ എൻ്റെ പെങ്ങളെ വല്ലാത്ത വൃത്തിയേട്ട രീതിയിൽ നോക്കുന്നവന്. അവൻ രാത്രിയിൽ കറുത്ത വസ്ത്രവും ധരിച്ച് ആരും കണ്ടില്ല എന്ന് നടിച്ച് വരികയായിരുന്നു. അവനെ ഞാൻ കത്തി കൊണ്ട് കുത്തി വീഴ്ത്തി. നോക്കൂ, എൻ്റെ ഈ വസ്ത്രത്തിൽ ഈ ചുമന്ന നിറം, അവൻ്റെ രക്തത്തിൻ്റെ നിറം എൻ്റെ സഫൽതാക്ക രംഗാണ്. അതെൻ്റെ ഒരു വിജയത്തിൻ്റെ നിറമാണ്. तुम्हारी बहन को मैली दृष्टि से देखता था वह. तुमने छुरी कहाँ मारी? മഹാദേവും അതിന് സപ്പോർട്ട് ചെയ്യും. നിൻ്റെ പെങ്ങളെ മോശമായിട്ട് നോക്കിയവനെ നീ എവിടെയാണ് കുത്തിയത്? ഛുരി ഉസ്കി ബഗൽ മേ യോ. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ കത്തി ആഞ്ഞ് വീശി കാണിക്കും, ഞാൻ അവൻ്റെ നെഞ്ചത്താണ് കത്തി കുത്തിയത്. बगल में ना समझ आँखों में घुसेड़ देनी चाहिए थी. वे पापी आँखें संसार का प्रकाश न देख सकती. जिन आँखों में पाप का खून था उन आँखों में बहन के अपमान का खून होना चाहिए था. छी, बदला लेना भी ना आया. നിനക്ക് പകരം വീട്ടാനും അറിയില്ലേ? അവൻ്റെ കണ്ണുകളായിരുന്നു കുത്തിപ്പൊട്ടിക്കേണ്ടത്. എന്നുവെച്ചാൽ അവൻ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന അവൻ്റെ ആ കണ്ണുകളെയാണ് ചൂഴ്ന്നെടുക്കേണ്ടിയിരുന്നത്. तो वह मैं अभी कर सकता हूँ फिर जाता हूँ. അപ്പോൾ ബൽദേവ് പെട്ടെന്ന് പറയും, ആഹാ അങ്ങനെയായിരുന്നു, എങ്കിൽ പിന്നെ ഞാനത് ഇപ്പം ചെയ്തുകൊണ്ട് വരാം, അവൻ്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കാം. तुम तो इस प्रकार कह रहे हो जैसे वह वहीं पड़ा होगा. पुलिस उसे न जाने कब उठा ले गई होगी. അപ്പം മഹാദേവ് പറയും, നീ പറയുന്ന കേട്ടത്തൊന്നും അവൻ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ടെന്ന്. ബോഡി എപ്പോഴേ പോലീസ് കൊണ്ടുപോയി കാണും. पुलिस को वह शरीर मिल नहीं सकता. जब तक मैं उसके अंग अंग काट कर न फेंक दूंगा तब तक मुझे शांति नहीं मिलेगी. मैंने लाश छिपा रखी है, वहीं
पास की सबसे कंटीली झाड़ी में. അപ്പോൾ ബൽദേവ് പറയും ഇല്ല, പോലീസിന് ആ ബോഡി കിട്ടില്ല, കാരണം ഞാൻ അവൻ്റെ ബോഡി ആ കുറ്റിക്കാട്ടിൻ്റെ ഇടയ്ക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ്റെ ഓരോ അവയവങ്ങളും മുറിച്ച് മാറ്റുന്നത് വരെ എൻ്റെ വാശിയും വൈരാഗ്യവും തീരത്തില്ല. पर उसे अब मार कर ही क्या करोगे? अब तो वह नीच मर ही गया होगा, अब उसे फिर मारने से क्या लाभ? അപ്പം മഹാദേവ് പറയും ഇനി ഏതായാലും അവൻ ചത്തല്ലോ, ഇനിയിപ്പോൾ ഏതായാലും അവൻ മരിച്ച്, ഇനി അവനെ ഇനി കൊന്നിട്ട് എന്താ കാര്യം? ആര് മരിച്ച കാര്യം പറഞ്ഞ കേശവ്. नहीं नहीं, बदला लेना सीखने दो, उसकी आंखें अब भी खुली होंगी, मानो उसकी वासनामयी प्यास अभी नहीं बुझी. उफ नारकी, तुम्हारे रोकने पर भी मैं अवश्य जाऊंगा, हृदय की आग तो बुझा सकूंगा. അപ്പോൾ ബൽദേവ് പറയും എന്നെ ഇനിയും പിടിച്ച് നിർത്തരുത്. അവൻ്റെ കണ്ണുകൾ, അവൻ ചത്തെങ്കിലും അവൻ മരിച്ചെങ്കിലും അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും തുറന്നിരിക്കുകയായിരിക്കും, കാരണം അവൻ്റെ കണ്ണുകൾ ആസക്തിയുള്ള കണ്ണുകളാണ്, പെൺകുട്ടികളെ മോശമായി നോക്കുന്ന കണ്ണുകളാണ്. അപ്പോൾ അത് ഞാൻ അവനെ ഒന്നുകൂടെ അവൻ്റെ കണ്ണ് ചൂർന്നെടുത്തിട്ട് എൻ്റെ വൈരാഗ്യം, എൻ്റെ ആ ഒരു പ്രതികാരം തീരുന്നത് വരെ ഞാനത് ചെയ്തിട്ട് ഞാൻ വരാം. നീ ഇനി പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടേ വരൂ. ഗയാ ചലാ ഗയാ, आह पापी संसार. महादेव सोचता हुआ पलंग के ऊपर बैठ जाता है. दक्षिण दरवाजे पर फिर खटका होता है. അങ്ങനെ ബൽദേവ് വന്നു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, കൊലപാതകം ചെയ്തു എന്ന് പറയുന്നു. മഹാദേവ് ചോദിക്കുന്നു അവൻ്റെ കണ്ണുകൾ എന്തേ നീ ചൂഴ്ന്നെടുക്കാഞ്ഞത്? കേട്ടപാടെ ബൽദേവ് കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ തിരിച്ചോടി. മഹാദേവ് ഇരുന്നതേ ഉള്ളൂ, ഉടനെ കതകിനാരോ പിന്നെയും കൊട്ടുന്നു. अब कौन है? मेरे लिए ये रात भी दिन है. എനിക്കിനി ഉറങ്ങാൻ ഒക്കത്തില്ല, ഇന്നിനി അടുത്ത ആരാണ്? कौन है? नाम बताओ. पुलिस. അപ്പോഴത്തേക്കിന് ആരാണ്? പോലീസാണ്. पुलिस? पुलिस का इस समय मेरे यहाँ क्या काम? दरवाज़ा खोलो. അപ്പോൾ पुलिस കഥ തുറക്കാൻ പറയും. महादेव दरवाज़ा खोलता है. पुलिस इंस्पेक्टर का प्रवेश. वह 30 वर्ष का मोटा ताज़ा आदमी है. उसकी मूछें चढ़ी हुई हैं, पूरी वर्दी पहने हुए है, उसके हाथ में पिस्तौल है, साथ में 4 सिपाही हैं जो सभी पुलिस की वर्दी में हैं. सभी सिपाहियों के हाथ में भाले हैं. 4-5 पुलिसकार വന്നിരിക്കുകയാണ്. सारे हथियार रख दो. आते ही पुलिस क्या कहता है? सारे हथियार रख दो, और पिस्तौल सामने करता है. महादेव एकदम से पीछे हट जाता है. कैसे हथियार? किसके हथियार? അപ്പോൾ മഹാദേവ് പറയും ആരുടെയിലാണ് ആയുധം? എൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. अच्छा तुम अकेले ही हो? तुम्हारा नाम महादेव है? इंस्पेक्टर पूछते हैं. तुम्हारा नाम महादेव है? हाँ. तुम्हारे घर पर अभी कोई आदमी आया था? शायद मैंने दूर से देखा, एक आदमी इसी ओर चला आ रहा था. आदमी नहीं था, शैतान था. घर से कुर्सी पर वो बैठता है. ഇവിടെ ഒരാൾ ഇങ്ങോട്ട് വന്നില്ലേ, അപ്പോൾ മനുഷ്യരാരും വന്നില്ലല്ലോ എന്ന് മഹാദേവ് പറയും. അപ്പോൾ മനുഷ്യൻ വന്നില്ലെങ്കിൽ പിന്നെ ഇതാ ശൈത്താനാണോ വന്നത്? പോലീസ് അവിടെ ഇരിക്കും. नहीं देवता था, अपनी बहन के सम्मान की रक्षा करने वाला एक देवता था. മനുഷ്യനുമല്ല ശൈത്താനുമല്ല, ഒരു ദൈവമാണ് ഇവിടെ വന്നത്. ദേവത, ഇസ്കെ ക്യാ മാനി? എന്താണ് അതിൻ്റെ അർത്ഥം? നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? പോലീസുകാരന് ദേഷ്യം വരും. देवता के क्या मानी होते हैं? देवता എന്ന് വെച്ചാൽ അതിന് വേറെ അർത്ഥം വല്ലതും ഉണ്ട്. देवता എന്ന് വെച്ചാൽ देवता. पैर पटक कर खाक 12 और 2 बजे के बीच में एक खून हुआ है. खून के धब्बे पड़े हुए पाए गए हैं. गश्त करते समय मेरे जूते बिल्कुल खून से लथपथ हो गए. उसी समय एक मनुष्य इस घर की ओर आते हुए दिखाई दिया. लाश खोजने पर भी मुझे नहीं मिली. वह न जाने कहाँ है. അപ്പോൾ ഇൻസ്പെക്ടർ വന്ന കാര്യം പറയും. ഞങ്ങൾ റൗണ്ട്സിന് വന്നപ്പം അവിടെ എല്ലാം ബ്ലഡ് സ്റ്റെയിൻസ് കിടക്കുന്നു, ഷൂയിലെല്ലാം ബ്ലഡായി, പക്ഷേ ബോഡി അവിടെ ഒന്നും കണ്ടില്ല. और ये 12 और 2 बजे के बीच में ही कत्ल हुआ होगा. അപ്പം മഹാദേവ് പറയും वह मनुष्य के सिवा और किसी का खून नहीं हो सकता. മനുഷ്യൻ്റെ രക്തം തന്നെ ആവണമെന്നുണ്ടോ? നിങ്ങൾ വേറെ എന്തെങ്കിലും മൃഗത്തിൻ്റെ രക്തമായിരിക്കും നിങ്ങളുടെ ചെരുപ്പിൽ പെട്ടത്. मैं उसे मनुष्य का ही खून क्यों न मानूं, जब वह मनुष्य संदेहावस्था में आधी रात को भागा है. मुझे अभी लाश खोजनी होगी. यह सोचकर
कि जब तक मैं लाश खोजूं कहीं वह हत्यारा भाग न जाए, इसीलिए मैं पहले इस आदमी को पकड़ लेना चाहता हूँ, फिर चाहे वह निरपराध ही क्यों न निकले। बताइए वह मनुष्य कहाँ है? उसने 12 और 2 बजे के बीच खून किया है। हाँ, उसी समय खून हुआ है. അപ്പോൾ ഇൻസ്പെക്ടർ പറയും അത് മനുഷ്യൻ്റെ രക്തം തന്നെ ആവാനാ സാധ്യത, കാരണം ഞാനൊരു വ്യക്തി ഇങ്ങോട്ട് ഓടുന്ന കണ്ടു. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാനിനിയും ബോഡി കണ്ടില്ല, പക്ഷേ ഡെഡ് ബോഡി അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇങ്ങേരെ അങ്ങ് രക്ഷപ്പെട്ടാലോ, അതുകൊണ്ടാണ് ഞാൻ അയാൾ ഈ വഴിയിലേക്ക് വരുന്നതാണ് കണ്ടത്, അതിനാണ് ഞാൻ ഇവിടെ വന്ന് മുട്ടിയത്, അതിനാണ് ഞാൻ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്. हुआ करे उससे मेरा क्या, उसी खून को लेकर प्रभात की पूर्व दिशा मुस्कुरा उठेगी और उसी लालिमा से सारे संसार में आलोक छा जाएगा. संसार के कण कण में वही रक्त जीवन का अनंत संदेश एक बार ही प्रातःकाल की मधुर समीर में बिखरा देगा. അപ്പോൾ മഹാദേവ് വളരെ ഫിലോസഫിക്കലായിട്ട് പറയും, ആ രക്തത്തിൻ്റെ ആ ചുമപ്പ് നിറം ആകാശത്തിനെയും ചുമപ്പിക്കും. നാളത്തെ സൂര്യോദയം അതിൻ്റെ ചുമപ്പ് കണ്ടായിരിക്കും ഉണരുന്നത്. അപ്പോൾ പോലീസുകാരനൊന്നും മനസ്സിലാവത്തില്ല. യ ക്യാ ബക് രഹേ ഹോ, എബ്സർഡ് നോൺസെൻസ്, जो कुछ पूछता हूँ ठीक ठीक बतलाओ, जो आदमी अभी अभी यहाँ आया था वह कहाँ गया. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, ഇങ്ങനത്തെ അബ്സർഡിറ്റി ഒന്നും പറയരുത്, വായി തോന്നുന്ന എല്ലാം പുലുമ്പരുത്, കാര്യം പറ, ഇവിടെ വന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു. വഹ 10 മിനിറ്റ് ബാദ് ആയേഗാ, ठीक 10 മിനിറ്റ് ബാദ്, ഉസ് സമയ ആയിയേ. അപ്പോൾ ഈ 1 ആക്ടിയുടെ ടൈറ്റിലും 10 മിനിറ്റാണ് അല്ലേ, 10 മിനിറ്റ്. അപ്പോൾ മഹാദേവ് പറയും, നോക്കൂ അവൻ 10 മിനിറ്റ് കഴിഞ്ഞ് വരും, നിങ്ങൾക്ക് അവനെ പിടിക്കണോ, 10 മിനിറ്റ് കഴിഞ്ഞ് വരും. ആപ് കൃപയാ മക്കാൻ ഖാലി കർ ദേ, मैं मकान की तलाशी लूँगा, वह चाहे 10 मिनट में आए चाहे 20 मिनट में, आप समझे ना. ഇൻസ്പെക്ടറിന് ദേഷ്യം വരും. ഇൻസ്പെക്ടർ പറയും, അവൻ 10 മിനിറ്റിൽ വന്നാലും 20 മിനിറ്റിൽ വന്നാലും ഏതായാലും കൊള്ളാം, ഞാൻ ഈ വീട് ഒന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. അച്ഛാ ആപ്കെ പാസ് തലാശി കാ വാറണ്ട് ഹേ, താങ്കളുടെ എൻ്റെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടോ? മേരാ ഹുക്കും ഹി വാറണ്ട് ഹേ ജനാബ്, എൻ്റെ ഓർഡേഴ്സ് അത് തന്നെയാണ് വാറണ്ട്. आधी रात के समय यह आपकी ज़्यादती है. खैर मेरे पास केवल यही तो कमरा है, जहाँ तक आपकी नज़र जाती है उतना ही हिस्सा मेरे अधिकार में है, उसे देख लीजिए. क्यों, दिखाई पड़ता है कोई खूनी? അപ്പം മഹാദേവ് പറയും, നോക്കൂ എൻ്റെ ഈ മുറി ആകെ ഈ ഒരു മുറിയാണ് എനിക്കുള്ളത്, നിങ്ങളുടെ നോട്ടം എവിടം വരെ പോകുന്നു അവിടം വരെ ഉണ്ട് എൻ്റെ മുറി, അവിടം വരെയാണ് എൻ്റെ ടെറിട്ടറി, നിങ്ങൾക്ക് ഈ മുറിയിൽ എവിടെങ്കിലും ഒരു കൊലയാളിയെ കാണാൻ പറ്റുന്നുണ്ടോ? बस तुम्हारे अधिकार में इतना ही स्थान है, केवल इस मकान में इतना ही हिस्सा बच रहा है, शेष गिर गया है, उसके पीछे मैदान है. നോക്കൂ ഈ മുറി ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഒറ്റ മുറിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ബാക്കി അപ്പുറത്ത് മൈതാനമാണ്. देखो यदि बतला दोगे तो भारी इनाम पाओगे, समझे, नहीं तो संदेह में मैं तुम्ही को गिरफ्तार करूँगा. നോക്കൂ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഉള്ള കാര്യം സത്യം പറയുകയാണെങ്കിൽ നിനക്ക് ഇനാം കിട്ടും, അതല്ല നിന്നെ തന്നെ ഞാൻ സംശയിച്ച് അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. खुशी से गिरफ्तार कर सकते हैं आप, पर मैं धर्म की शपथ लेकर कह सकता हूँ कि मैं बिल्कुल निरपराध हूँ. നിങ്ങൾക്ക് വേണേ ധൈര്യമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഞാൻ സത്യം പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്. मैं धर्म वर्म कुछ नहीं जानता, सच सच बतला दो, तुम खूनी के बारे में क्या जानते हो. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, നോക്ക് എനിക്ക് ധർമ്മവും അധർമ്മവും ഒന്നും അറിയില്ല, ആ കൊലയാളിയെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ ദയവ് ചെയ്ത് തുറന്നു പറ. കഹ റഹാ ഹൂँ आप 10 മിനിറ്റ് ബാദ് ആയിയേ, 2:40 पर. നോക്കൂ 10 മിനിറ്റ് കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞത്, 2 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ വരൂ. और यदि मैं 10 मिनट यहीं ठहरूँ तो क्यों, तो शायद वह ന ആയി, നിങ്ങൾ ഇവിടെ. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, ഞാൻ 10 മിനിറ്റ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അപ്പം മഹാദേവ് പറയും, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ കൊലയാളി ഇവിടെ എത്തത്തില്ല. ക്യോं, पुलिस और खूनी में कुत्ते और बिल्ली का संबंध है, दोनों एक दूसरे को संदेह की दृष्टि से देखा करते हैं. മഹാദേവ് പറയും, നിങ്ങളിവിടെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ കൊലയാളി ഇവിടെ വരില്ല, കാരണം കൊലയാളിയും പോലീസും തമ്മിൽ നായയും പൂച്ചയും തമ്മിലുള്ളൊരു ബന്ധമാണ്, തമ്മിൽ ചേരില്ല, പരസ്പരം എപ്പോഴും ഡൗട്ടാണ്. അച്ഛാ
अम्यूजिंग नॉनसेंस। अच्छा, मैं आपकी तलाशी 2 मिनट बाद लूँगा। और सिपाहियों से कहता है, देखो इस मकान को चारों तरफ से घेर लो, मैं इस बीच में लाश का पता लगा लेता हूँ, जिससे मेरा संदेह मिट जाए, मैं अभी आया। അപ്പോൾ ഇൻസ്പെക്ടർ കൂടെ വന്ന പോലീസുകാരോട് പറയും, നിങ്ങൾ ഈ വീട് മുഴുവൻ വളഞ്ഞു നിന്നേരെ, ഞാൻ പോയി ആ ഡെഡ് ബോഡി ഒന്ന് കണ്ടുപിടിക്കട്ടെ. बहुत अच्छा, सलाम करके महादेव उसे भेजते हैं. अच्छा, आप 2 मिनट आराम कर सकते हैं. इंस्पेक्टर का प्रस्थान. महादेव दरवाज़ा बंद करता है. वह कुछ क्षण टेबल के पास सिर झुकाए खड़ा रहता है. उत्तर दरवाजे से आवाज़ आती है. महादेव धीरे से जाकर दरवाज़ा खोलता है. बलदेव का प्रवेश. वह और भी अधिक खून से रंग गया है. പിന്നെയും ആര് കയറി വരും? മറ്റേ ഡോറിൽ നിന്ന് ബൽദേവ് കയറി വരും. प्रसन्न होकर वो कहता है, पार हो गई, छुरी दोनों आँखों के पार हो गई. अब शायद अगले जन्म में भी वह किसी को मैली दृष्टि से नहीं देखे. ഞാൻ അവൻ്റെ 2 കണ്ണുകളും ചൂർന്നെടുത്തു കേട്ടോ. ഇനി അടുത്ത ജന്മത്ത് പോലും അവൻ ആരെയും തെറ്റായ നോട്ടത്തിൽ നോക്കില്ല. संभव है अगले जन्म में वह अंधा हो, पाप दृष्टि से देखना कैसा. അപ്പോൾ മഹാദേവ് പറയാൻ, അടുത്ത ജന്മത്തിൽ അവൻ കണ്ണുപൊട്ടനായിട്ട് തന്നെ ജനിക്കും, കാരണം അത്രയ്ക്ക് പാപം അവൻ ഈ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. उफ, रक्त से समस्त पृथ्वी लाल हो गई थी, मानो मेरे इस कृत्य को देखकर पृथ्वी भी खिलखिला उठी थी. मैं भी दिल खोल कर खूब हंसा. ബൽദേവ് വളരെ ആവേശത്തിൽ പറയാണ്, അവൻ്റെ രക്തം കൊണ്ട് ആ ഭൂമി വരെ ചുമന്നു. उसी उल्लास की हंसी से लाल होकर कल प्रातःकाल सूरज हंसेगा, गुलाब हंसेगा और उसके साथ साथ कलियाँ भी. हाँ, एक काम करो. वह क्या? यह विजय के रंगा हुआ कपड़ा उतार दो. संदूक से नया कुर्ता निकालते हुए. അപ്പോൾ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, ബൽദേവും മഹാദേവും. മഹാദേവ് ഒരു സജഷൻ പറയും, ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ ഈ ബ്ലഡ് സ്റ്റെയിൻഡ് കുർത്ത അങ്ങ് ഊര്, എന്നിട്ട് പുതിയൊരു വേറെ ഒരു കുർത്ത ഇടാൻ കൊടുക്കും. യഹ ലോ നയാ കുർത്ത, ഇസേ പെഹൻ ലോ. ദുനിയാ കി പൽക്കോ മേ സന്ദേഹ് കി പുത്ലിയാ ഹെ. നീ ബ്ലഡ് സ്റ്റെയിൻ കുർത്തയിട്ട് വെളിയിലിറങ്ങുമ്പോൾ പിന്നെ ആൾക്കാർക്ക് സംശയം തോന്നും. രഹനെ ദോ, ഉസ്കാ ഉത്തർ മേ അപ്നെ ഗളെ കെ ഖൂൻ സെ ദൂങ്ക. അപ്പോൾ ബൽദേവ് പറയും, ഇല്ല, ആൾക്കാർ സംശയിച്ചോട്ടെ, ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞോളാം. न्याय लड़ने वाले शत्रु को अपने गले के खून से उत्तर देना चाहिए. यह तो न्याय का युद्ध नहीं है. तुमने चाहे कितने ही बड़े पापी को न्याय युक्त होकर मारा है, पर प्राण लेने के कारण तुम्हें थोड़ी न थोड़ी सजा मिलेगी ज़रूर. चाहिए तो यह था कि न्याय तुम्हें तुम्हारे कार्य पर पुरस्कृत करता, पर कभी क्या ऐसा होना संभव है? അപ്പം മഹാദേവ് പറയും, നീ ചെയ്ത ഈ ഒരു നല്ല കർമ്മം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ നിനക്ക് ഇനാം തരേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ വ്യവസ്ഥ എന്താണ്? നിയമവ്യവസ്ഥ. കൊലയാളി എന്ന സ്ഥിതിക്ക് നിന്നെ എന്തായാലും ശിക്ഷിക്കും. अच्छा तुम न मानोगे, तुम्हारा हट बड़ा कठिन है. अब तो तुम प्रसन्न हुए. കുർത്ത ഉത്താർത്തെ ഹുവേ ബൽദേവ് कहता है. ബൽദേവ് ആ ബ്ലഡ് സ്റ്റെയിൻഡ് കുർത്തയൊക്കെ ഊരും, കാരണം മഹാദേവ് അത് ഇടാൻ സമ്മതിക്കുന്നില്ല. थोड़ा विश्राम करो 10 मिनट तक. नहीं, 10 मिनट तक क्या करोगे? जाओ अपनी बहन का समाचार तो लो. അപ്പം മഹാദേവ് വളരെ യുക്തിപൂർവം ബൽദേവിനെ പറഞ്ഞു വിടും. वह तो माता के प्रेम के समान शांत और स्निग्ध संसार में विचर रही होगी. मैं उसे उस शांति निर्झर से निकाल कर क्यों जागृति के पत्थर पर फेंक दूं? प्रातःकाल सूर्य की किरणें उसे स्वयं जगा लेंगी. ഇല്ല, എൻ്റെ പെങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പം പെങ്ങളെ പോയി ഉണർത്തുന്നില്ല. കാരണം എന്താണ്, അവളിപ്പോൾ സമാധാനത്തിൽ ഉറങ്ങിയായിരിക്കും. പാതിരാത്രി സമയമാണ്. അപ്പോൾ നാളെ രാവിലെ ആവുമ്പോൾ സ്വയം അവൾ എണ്ണീക്കുമ്പം കാര്യങ്ങൾ പറയാം. नहीं, भाई के हाथ सूर्य की किरणों से अधिक कोमल और पवित्र हैं. महात्मा तुलसी ने सहोदर भ्राता संबंध में क्या लिखा है? അപ്പോൾ മഹാദേവ് പറയില്ല, നീ പോയി നിൻ്റെ പെങ്ങളുടെ അടുത്ത് പോ, സഹോദര സ്നേഹം എന്താണെന്നുള്ളത് കവി തുളസിദാസ് എഴുതിയത് അറിയില്ലേ? तो क्या मुझे ठहरने न दोगे? അപ്പോൾ ബൽദേവ് നോക്കുമ്പം മഹാദേവ് മനഃപൂർവ്വം അവനെ പറഞ്ഞു വിടുകയാണ് വീട്ടിലേക്ക്, പെങ്ങളുടെ അടുത്തേക്ക്.
भाई, यहाँ ठहरने की अपेक्षा बहन का कुशल समाचार जान लेना अधिक आवश्यक है। जिस बहन के सम्मान का मूल्य एक मनुष्य के जीवन से अधिक है, उसकी कुशल जानने के विषय में इतना संकोच क्यों है? उससे मिलकर तुम फिर यहाँ आकर मुझसे बातें कर सकते हो. അപ്പോൾ മഹാദേവിന് എത്രയും പെട്ടെന്ന് ഈ പോലീസുകാർ 10 മിനിറ്റിനകം വരും. അപ്പോൾ അതിന് മുമ്പ് ബൽദേവിനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അപ്പം മഹാദേവ് പറയും, നീ നിൻ്റെ പെങ്ങളുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, പിന്നെ നീ എൻ്റെ അടുത്തേക്ക് വരൂ. बलदेव खून से रंगे हुए कुर्ते और छुरी को संभाल कर उठाते हुए, अच्छा भाई जाता हूँ, अभी थोड़ी देर बाद आऊँगा, यदि पुलिस को मेरी गंध न मिली तो. ബൽദേവ് പറയും, ഞാൻ എന്താ പോകുന്നു. എന്നിട്ട് ആ കത്തിയും ആ ബ്ലഡ് സ്റ്റെയിൻഡ് കുർത്തയെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പോകുമ്പം മഹാദേവ് എന്താ പറയുന്നത്, മഹാദേവ് സമ്മതിക്കത്തില്ല. യഹ കുർത്ത और छुरी क्यों लिए जाते हो, बहन के समीप इनका क्या काम. മഹാദേവ് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ രക്തം വരേണ്ട കുർത്തയെല്ലാം കൊണ്ട് പെങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. तुम मेरी इच्छा सदैव इसी प्रकार रोक दिया करते हो. बलदेव का एक कोने में छुरी और कुर्ता रख कर उत्तर के दरवाजे से प्रस्थान. അങ്ങനെ ബൽദേവ് ആ കത്തിയും രക്തം വരേണ്ട ആ കുർത്തയും എല്ലാം അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോവും. यह सम्मान का प्रतिशोध कुर्सी पर बैठकर गुनगुनाता है. मेरी सांसों के स्वर में गूंजे मेरा बलिदान, गूंजे मेरा बलिदान. അപ്പോൾ മഹാദേവ് തൻ്റെ സുഹൃത്തിന് വേണ്ടി ആ കുറ്റം ഏറ്റെടുക്കാനുള്ള ഒരു പുറപ്പാടാണ്. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത്, ഇന്ന് വളരെ അബ്സേർഡായിട്ട് തോന്നുമെങ്കിലും അന്നത്തെ കാലത്ത് സൗഹൃദത്തിന് വേണ്ടി തൻ്റെ ജീവൻ വരെ നൽകാൻ തയ്യാറായിട്ടുള്ള ഒരു സുഹൃത്തും, അതുപോലെ പെങ്ങളുടെ മാനം കാക്കാൻ വേണ്ടി കൊല നടത്തുന്ന ഒരു സഹോദരനും, അതൊക്കെയാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. और उसी समय 10 മിനിറ്റ് കഴിയും, പോലീസ് വരും. ठहरो, खून से भरा हुआ कुर्ता पहनकर हाथ में छुरी लेता है और दरवाज़ा खोलते हुए कौन है. മഹാദേവ് സ്വയം ആ ബ്ലഡ് സ്റ്റെയിൻഡ് കുർത്ത ഇട്ടിടും. മഹാദേവ് സ്വയം ബൽദേവിൻ്റെ ആ ബ്ലഡ് സ്റ്റെയിൻഡ് കുർത്ത എടുത്തിടും. എന്നിട്ട് കത്തിയൊക്കെ പിടിച്ച് കഥ തുറക്കും. खूनी किधर है. महादेव को खून के वस्त्रों में देख कर पुलिस पूछता है, खूनी. അപ്പോഴാണ് ഇൻസ്പെക്ടർ നോക്കുമ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡായിട്ട് നിൽക്കുന്ന ഒരാൾ. मैं ही खूनी. तुम हो खूनी. सिपाहियों ने अभी तुम्हारे कमरे में कुछ बातों की भनक सुनी थी. അപ്പോൾ ഇൻസ്പെക്ടർ പറയില്ല, നിൻ്റെ റൂമിൽ എന്തോ സംസാരിക്കുന്ന സൗണ്ട് കേട്ടല്ലോ, ഞങ്ങളുടെ പോലീസുകാർ പറഞ്ഞു. मैं गाना गा रहा था. तुम खूनी हो, देखते नहीं ये कपड़े और छुरी. क्या तुम ही खूनी हो. तुम तो कहते थे 10 मिनट बाद खूनी आएगा. നീ തന്നെയാണോ കൊലയാളി. നീയല്ലേ പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞാൽ കൊലയാളി വരുമെന്ന്. हाँ, 10 मिनट बाद तुम्हें खूनी मिला या नहीं, खूनी तुम्हारे सामने है और तुम संदेह में पड़े हुए हो. लाश आपने देखी, उसका बगल और आँखों में घाव है. അപ്പം മഹാദേവ് പറയും, നിങ്ങൾ ബോഡി കണ്ടില്ലേ, അതിൻ്റെ കണ്ണുകളിൽ മുറിവുണ്ട്, അതുപോലെ നെഞ്ചത്തും മുറിവുണ്ട്. സിർ ഹിലാത്തെ. അപ്പോൾ ഇൻസ്പെക്ടർ നോക്കുമ്പോൾ ശരിയാണ്, ബോഡിക്ക് അവിടെയൊക്കെ തന്നെയാണ് മുറിവ്. हाँ, पास ही एक कांटेदार झाड़ी में लाश बुरी तरह से घायल मिली. उसकी आंखें फोड़ डाली गई हैं और उसकी बगल में छुरी घुसेड़ी गई है. ശരിയാണ്, കണ്ട് ഡെഡ് ബോഡി കണ്ട്, കണ്ണുകളെല്ലാം ചൂർന്നിട്ട് നെഞ്ചത്ത് കത്തിയും കുത്തിയിട്ടുണ്ട്. മഹാദേവ് ആകെ ബഡ്കർ कहता है और वह छुरी यह है. ഇതാണ് ആ കത്തി, ഞാൻ കുത്തിയ കത്തി. गिरफ्तार करो इसे, पुलिस थाने ले चलो, इस मकान में ताला बंद कर दो, इसके कोई संबंधी तो है ही नहीं, थाने पर आकर मामला तय होगा. सिपाही महादेव को गिरफ्तार करते हैं. उत्तर दरवाजे से आवाज़ आती है, महादेव. അപ്പോഴത്തേക്കിന് മറ്റു സൈഡിൽ നിന്ന് പിന്നെയും ബലദേവ് തിരിച്ചു വന്നിരിക്കുകയാണ്. कौन है. उसका मित्र बलदेव, उसके मित्र की बहन वासंती. രണ്ടുപേര് വരുവാണേ. इस समय महादेव किसी से नहीं मिल सकता, वह खूनी है, जल्दी चलो. और सबका प्रस्थान. അപ്പോൾ ബൽദേവും ബൽദേവിൻ്റെ പെങ്ങൾ വാസന്തി, വാസന്തിക്ക് വേണ്ടിയാണ് ഈ കൊല ചെയ്തത് ബൽദേവ്.
അവർ വരുമ്പോഴത്തേക്കിന് ഇൻസ്പെക്ടർ മഹാദേവിനെയും പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് വൺ ആക്ട് പ്ലേ അവസാനിക്കുന്നത്. ബാഹർ സെ ധീമേ സ്വർ മേ ഫിർ മഹാദേവ് കാ നാം സൂനേപ്പൻ മേ ഗൂഞ്ച്താ ഹെ. മഹാദേവ് മഹാദേവ് എന്ന പേര് ഇങ്ങനെ എക്കോ അടിച്ച് കേൾപ്പിക്കും. വൺ ആക്ട് പ്ലേ തീരുമ്പം, ഏകാങ്കി തീരുമ്പം മഹാദേവ് മഹാദേവ് എന്ന എക്കോ അടിച്ച് ആ പേരിങ്ങനെ കേൾപ്പിക്കും. അങ്ങനെയാണ് ഈ വൺ ആക്ട് പ്ലേ തീരുന്നത്. അപ്പോൾ തൻ്റെ സുഹൃത്തിനു വേണ്ടി പോലീസിൻ്റെ മുമ്പിൽ കുറ്റം ഏറ്റെടുക്കുന്ന മഹാദേവും തൻ്റെ സഹോദരി വാസന്തിക്ക് വേണ്ടി ഒരു കൊല ചെയ്യുന്ന ബൽദേവും, ഇതാണ് ഇതിൻ്റെ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സ്.